ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പാ ശരണം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം 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 രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിലെ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വൃന്ദാവന ദർശനം കഴിഞ്ഞ് സുഖമായിട്ട് മടങ്ങിയെത്തി. അതിൻ്റെ വിശേഷങ്ങൾ മുല്ലോർലി തേവരുടെ തിരുമുമ്പിലിരുന്ന് പറഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് കരുതട്ടെ. അതിമനോഹരമായിട്ടുള്ളൊരു വൃന്ദാവന ദർശനം തന്നെയായിരുന്നു ഇത്തവണ. കാരണം ആദ്യമായിട്ട് വൃന്ദാവനത്തിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണോ അതുപോലെയുള്ളൊരു ഭാവമായിരുന്നു ഇത്തവണ. ഓരോന്നും അത്രയും അനുഭവിക്കാനായിട്ട് സാധിച്ചു. കൂടെ ഇത്തവണ ഉണ്ടായിരുന്ന എല്ലാ ഗോപീഗോപന്മാരും ശരിക്കും ഭഗവാനിൽ അലിഞ്ഞ് നല്ല ഭക്തിയുള്ളവർ, നല്ല ഒരു ആ കൃഷ്ണബന്ധുക്കൾ, നല്ല ആ ശരിക്കും ആ വൃന്ദാവനത്തിലെ ഓരോ പദങ്ങൾ വയ്ക്കുമ്പോഴും നാമൊക്കെ ജപിച്ചുകൊണ്ടൊക്കെ നടക്കാൻ സാധിച്ചു. വളരെയധികം സന്തോഷമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. അപ്പം അതിനുശേഷം മടങ്ങി വന്നിട്ട് നമ്മളിപ്പോൾ ഭാഗവതം പാരായണം വീണ്ടും തുടരുകയാണ്. ഇന്ന് പാരായണം ചെയ്യാൻ ഇനി ബാക്കി നിൽക്കുന്നത് ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 8-ാം അധ്യായമാണ്. ആ ഭഗവാന്റെ കാരുണ്യ വായ്പും ഭാഗവതം വായിക്കാൻ തോന്നിയ ഒരു നിമിഷവും അതെല്ലാം എൻ്റെ ഈ ഒരു യാത്ര സുഗമമാക്കാനും അനുഭവവേദ്യമാക്കാനൊക്കെ സഹായിച്ചു എന്ന് തന്നെയാണ്. എനിക്ക് അത്യത്ഭുതമായിട്ടുള്ള ആ ഒരു അനുഭവം തന്നെയാണ് പങ്കുവയ്ക്കാനുള്ളത്. അപ്പോൾ നമ്മൾ അക്കിത്ത ഭാഗവതത്തിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അത് വായിക്കണമെന്നൊരു ഇച്ഛ ഉണ്ടാവുക, അല്ലെ? നമുക്ക് ഗ്രന്ഥം നമ്മുടെ മുമ്പിലുണ്ടായിട്ടോ സൗകര്യങ്ങളുണ്ടായിട്ടോ ഒന്നും കാര്യമില്ല. അതിന് ഇച്ഛ ഉണ്ടാവുക എന്നുള്ളതാണ്. അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇപ്പോഴാണ് സാധ്യമായത്. നമുക്ക് ഇനി ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 8-ാം അധ്യായം മുതൽ വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 8-ാം അധ്യായം. എപ്പോഴും ഓർമ്മിക്കട്ടെ, ഇതൊരു പഠിക്കലാണ്, വായിച്ച് പഠിക്കൽ മാത്രമാണ്. ആദ്യമായിട്ട് ഒരു പാഠം വായിക്കുന്ന ഒരു കുട്ടിയുടെ അതേ ഭാവത്തോടു കൂടിയിട്ടാണ് വായിക്കുന്നത്. സംസ്കൃതം അറിഞ്ഞിട്ടോ മറ്റൊന്നും അറിഞ്ഞുകൊണ്ടോ അതുകൊണ്ടൊന്നുമല്ല ഈ പാരായണം. അത് കൊതി കൊണ്ട് മാത്രമാണ് എന്ന് വീണ്ടും പറയട്ടെ. അപ്പം ഇതുവരെ ആ കഴിഞ്ഞ ഭാഗങ്ങൾ വരെ പാരായണം ചെയ്തതിന് ശേഷം ഈ പിന്നത്തെ ഭാഗത്തിൽ വരുന്ന പരീക്ഷത്തിൻ്റെ രക്ഷയും കുന്തി സ്തുതിയാണ്. നമ്മൾ ആ യുദ്ധം കഴിഞ്ഞിട്ട് ആ ഒരു ഭാഗത്ത് ഹരേഷ യുദ്ധം കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗമൊക്കെയാണ് നമ്മൾ വായിച്ച് നിർത്തിയത്. കഴിഞ്ഞ ഭാഗത്ത് ദ്രോണരുടെ പുത്രനായിട്ടുള്ള അശ്വത്ഥാമാവ് വന്നതും ആ അസ്ത്രത്തെ പ്രയോഗിച്ചതുമായിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. ഇനി 8-ാം അധ്യായം പ്രഥമസ്കന്ധം 8-ാം അധ്യായം. സൂത ഉവാച അഥ തേ സംപരേതാനാം സ്വാനാമുദകമിച്ഛതാം ദാതും സകൃഷ്ണ ഗംഗായാം പുരസ്കൃത്യായുസ്ത്രിയ
തേ നിയോദകം സർവേ വിലപ്യാജ വൃഷം പുന ആപ്ലുതാ ഹരിപാദാബ്ജ രജപൂതസരിജ്ജലേ യത്രാസീനം ഗുരുപതിം ധൃതരാഷ്ട്രം സഹാനുജം ഗാന്ധാരിം പുത്രശോകാത്താം പൃഥം കൃഷ്ണം ച മാധവ സാന്തയാമാസ മുനിഭിർ ഹതബന്ധുൻ ശുചാർപ്പിതാൻ ഭൂതേഷു കാലസ്യ ഗതിം ദർശയന്ന പ്രതിക്രിയാം. സൂതൻ പറഞ്ഞു, പിന്നീട് ഉദകമിച്ഛിക്കും സ്വപരേതർക്ക് അതേകുവാൻ എത്തി സ്ത്രീകൾക്കു പിന്നാലെ കൃഷ്ണനൊത്തവർ ഗംഗയിൽ കുളിച്ചു. ഹരിപാദാബ്ജരജപുത്രാംബുവിൽ ജനം ഉദകക്രിയ ചെയ്തിട്ടും പിന്നെയും വിലപിക്കവേ പുത്രശോകാർത്ഥ ഗാന്ധാരി പുതയോടൊത്തു കൃഷ്ണയും ധൃതരാഷ്ട്രധർമ്മജനും ഹതബന്ധുക്കൾ ദുഃഖികൾ അവരെ സ്വാന്തനിപ്പിച്ചു. മുനിമാരോടൊത്തു മാധവൻ ഭൂതങ്ങളിൽ കാലഗതിക്കൊന്നുമില്ല പ്രതിക്രിയ. അപ്പോൾ ആ കുട്ടികളെ മരിച്ചുപോയവർക്ക് മരിച്ച മക്കൾക്ക് ഉദയക്രിയ ചെയ്യാനായിട്ട് ശ്രീകൃഷ്ണനോട് കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ട് വന്നു. അപ്പോൾ അങ്ങനെ ആ ഉദയക്രിയ ചെയ്യുന്ന സമയത്ത് അതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും അവർക്കെല്ലാം സങ്കടം സഹിക്കാണ്ട് എല്ലാവരും ഉറക്കെ വിഷമിക്കുകയാണ്. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ കൂടിയുണ്ടായിരുന്ന ആ മുനിജനങ്ങളോട് കൂടിയിട്ട് അവിടെ എല്ലാവരെയും സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും മരണം മുതലായവ കാലഗതിക്കനുസരിച്ചിട്ടാണ് പ്രാണികൾക്ക് ആ ജനിക്കുമ്പോൾ ജനനവും മരണവും ഒക്കെ നിശ്ചയിച്ച് വെച്ചിട്ടുള്ളതാണ്. ഓരോ ജീവനും ഓരോ നിലയ്ക്കുള്ള ഗതിയാണ് പറയണത്. അതൊന്നും ആ കാലഗതിയെ മാറ്റാനൊന്നും സാധിക്കില്ല, തടുക്കാൻ സാധിക്കില്ല എന്നെല്ലാം പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തി എന്നാണ് പറയണേ. സ്വാധയിത്വാ ജാതശസ്ത്രോ സ്വരാജം കിതവൈഹൃതം ഘാതയിത്വാ സതോ രാജ്ഞ കജസ്പർശക്ഷതായുഷ യാജയിത്വാ അശ്വമേധൈസ്തം ത്രിഭിരുത്തമാകൽപകൈ തദൃശ്യാ പാവനം ദിക്ഷു ശതമന്യോരിവാദനേത്. തിരിച്ചു ധർമ്മജന്നേകി സ്വരാജ്യം നാമമാത്രരായി പാഞ്ചാലി ചിഗുരസ്പർശതായുസ്സുകൾ ധർമ്മജൻ വിധിപോൽ 3 ഉത്തമാശ്വമേധം ചെയ്തു മമേച്ഛയാൽ ശതമന്യു സമം കീർത്തി പരത്തി സർവദിക്കിലും. അപ്പോൾ അങ്ങനെ ഭഗവാൻ ദുര്യോധനാദികളുടെ ഒക്കെ അവരെയൊക്കെ മരിച്ചതിന് ശേഷം ധർമ്മപുത്രർക്ക് ആ രാജ്യത്തെ ധർമ്മപുത്രർക്ക് രാജ്യാഭിഷേകം ചെയ്ത് ധർമ്മപുത്രരെ അവിടെ ഇരുത്തിയപ്പോൾ അതുപോലെ ദ്രൗപദിയുടെ മുടി പിടിച്ചു വലിച്ചത് കൊണ്ടാണ് ആ ദുശ്ശാസന അന്ത്യം ഉണ്ടായത്. അപ്പോൾ അങ്ങനെയുള്ള പല വിധത്തിലുള്ള അവരുടെ ആ ദുർനടപടികളെ കൊണ്ടാണ് അവർക്കൊക്കെ മരണം സംഭവിച്ചത്. അവരുടെ ആ ദുർമോഹവും ദുർനടപടികളൊക്കെ കാരണം കൊണ്ടാണ് അവർക്കൊക്കെ മരണം സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവരെയൊക്കെ അത് ഭീമനെ കൊണ്ടും അർജുനനെ കൊണ്ടും എന്ന വ്യാജേന ഭഗവാൻ തന്നെ അവരുടെ ആയസ്സിനെ കവർന്നെടുത്തിട്ട് ആ ധർമ്മത്തിനെ സംരക്ഷിച്ചു എന്ന് പറയാം. അപ്പോൾ ഉത്തമ രീതിയിലുള്ള 3 അശ്വമേധം ചെയ്തിട്ട് ധർമ്മപുത്രർക്ക് അതിൻ്റെ ആ ഇന്ദ്രൻ്റെ കീർത്തി എങ്ങനെയാണോ പരന്നിരിക്കുന്നത് അതുപോലെ ആ ധർമ്മപുത്രൻ്റെ പരിശുദ്ധമായ കീർത്തിയെ ദിക്കുകളിലൊക്കെ പരത്തി എന്ന് പറയണു. ആമന്ത്ര്യ പാണ്ഡുപുത്രാംശ്ച
ശൈനേയോദ്ധവ സംയുധ ദ്വൈപായനാദിഭിർവിപ്രൈ പൂജിത പ്രതിപൂജിത ഗന്ധും കൃത്യമതിർബ്രഹ്മൻ ദ്വാരകം രഥമാസ്ഥിത ഉപലോഭേഭിധാവന്തി ഉത്തരാം ഭയവിഹ്വലാം. പാണ്ഡുപുത്രാനുമതനായി ശൈനേയോദ്ധവ സംയുധൻ ദ്വൈപായനാദ്യരണരാൽ പൂജിതൻ പ്രതിപൂജിതൻ ദ്വാരകയ്ക്കു തേരിൽ കേറുമ്പോൾ ശൗരികാൺമിത തൻ്റെ നേർക്കോടിയെത്തുന്നു ഭയവിഹ്വലയുത്തര. അപ്പോൾ ശ്രീകൃഷ്ണൻ പാണ്ഡവന്മാരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് സ്വന്തം സാത്വികി ഉദ്ധവരെ തുടങ്ങിയിട്ടുള്ള മന്ത്രിമാരോടൊക്കെ കൂടിയിട്ട് വ്യാസാദി ബ്രാഹ്മണരാലെ ഒക്കെ വന്ദിക്കപ്പെട്ടത് കൊണ്ട് ദ്വാരകയ്ക്ക് പോകാനായിട്ട് തേരിൽ കയറുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അഭിമന്യുവിൻ്റെ ഭാര്യയായിട്ടുള്ള ഉത്തര ഉറക്കെ കരഞ്ഞുകൊണ്ട് ഭഗവാന്റെ നേരക്ക് ഓടി വരുന്നതായിട്ട് ഭഗവാൻ കാണുകയാണ്. ഉത്തരോവാച പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗൽപദേ നാന്യം ത്വദഭയം പശ്യേത് യത്ര മൃത്യു പരസ്പരം. അഭിദ്രവതി മാമീശ ശരസ്തപ്തായസോ വിഭോ കാമം ദഹതു മാം നാഥ മാമേ ഗർഭോ നിപത്യതാം. ഉത്തര പറഞ്ഞു, പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗൽപദേ പരസ്പരം കൊന്നിടുമ്പോൾ നീയല്ലാതില്ലൊരാശ്രയം. കുതിച്ചെത്തുന്നിതെൻ്റെ നേരെ തപ്തായാസരം വിഭോ ദഹിച്ചു കൊള്ളട്ടെ ഞാനൻ ഗർഭം രക്ഷിച്ചിടാവു നീ. ആ സമയത്ത് ഉത്തര ഓടി വന്ന് ഭഗവാന്റെ പാദത്തിൽ വീണുകൊണ്ട് ഉറക്കെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ, ആ ദേവന്മാർക്ക് മുഴുവനും ദേവനും മഹായോഗിയും ലോകത്തിൻ്റെ നാഥനുമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ, അവിടുന്ന് മാത്രമേ എനിക്ക് അഭയമുള്ളൂ, എന്നെ രക്ഷിക്കണേ. മറ്റുള്ളവർക്ക് എങ്ങനെയാണ്? എത്ര മൃത്യു പരസ്പരം, പരസ്പരാല് മരണമില്ലാത്തവരായിട്ട് ആരുമില്ല. അവരോട് ആ മരണത്തിൽ നിന്ന് രക്ഷിക്കണേന്ന് എങ്ങനെ ആവശ്യപ്പെടാൻ പറ്റും? മരണമില്ലാത്ത ഒരാളോടെ അത് ആവശ്യപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഭഗവാന്റെ പാദത്തിൽ പറയണു, നിന്തിരുവടി അല്ലാണ്ട് ആരുമില്ല എനിക്ക് ആശ്രയത്തിനായിട്ട്. അതുകൊണ്ട് എല്ലാവരും മറ്റുള്ളവരെല്ലാം പരസ്പരം മരണഭയമുള്ളവരാണ് തന്നെയാണ്. അപ്പോൾ ആ സ്വന്തം മരണത്തിൽ നിന്ന് സ്വയം രക്ഷിക്കാൻ കഴിയാത്തവരെങ്ങനെയാണ് മറ്റുള്ളവരെ മരണത്തിൽ നിന്ന് രക്ഷിക്കും? അപ്പോൾ അങ്ങല്ലാതെ മറ്റില്ല ആശ്രയം എന്ന് പറയാണ്. അതുകൊണ്ട് ആ കത്തിക്കാളുന്ന ആ ശല്യത്തോട് കൂടിയിട്ടുള്ള ബാണം എൻ്റെ നേർക്ക് പാഞ്ഞു വരുന്നു. ആ ബാണം അതിൻ്റെ ഇഷ്ടം പോലെ എന്നെ ദഹിപ്പിച്ചാലും എനിക്ക് വിരോധമില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഗർഭസ്ഥ ശിശുവിനെ നശിപ്പിക്കരുത്, അവനെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏതാണ് ഈ ബാണം? വീണ്ടും ആ അശ്വത്ഥമാവ് പോണ പോക്കിൽ വീണ്ടും എന്ത് ചെയ്തു? പാണ്ഡവർ മുഴുവൻ നശിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും ബ്രഹ്മാസ്ത്രത്തെ പ്രയോഗിച്ചു. ഇതാണ് നേരത്തെ പറഞ്ഞത്. അതായത് ഇങ്ങനെയുള്ളവരെ വെറുതെ വിടാൻ പാടില്ല. അത് ലോകത്തിന് അവരെയൊക്കെ വധിച്ചാലും യാതൊരു ദോഷവുമില്ല. കാരണം അവരെയൊക്കെ ഇങ്ങനെ വെറുതെ വിട്ടാൽ അവർ വീണ്ടും ലോകത്തിന് എതിരായിട്ട്, നന്മയ്ക്കെതിരായിട്ട് അതിനെ തിന്മ പ്രവർത്തിച്ച് ലോകത്തിന് നാശം വരുത്തിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഒരാളെ ഒരു തെറ്റ് ചെയ്ത് ശിക്ഷിച്ചാൽ ആ ശിക്ഷയിൽ നിന്ന് പശ്ചാത്താപം ഉണ്ടായി താൻ ചെയ്ത തെറ്റിനെ പശ്ചാത്താപിച്ചുകൊണ്ട് ഈശ്വരപാദങ്ങളെ ആശ്രയിക്കുന്നവനാണെങ്കിൽ ശരി. പക്ഷേ അശ്വത്ഥാമാവ് അങ്ങനെയല്ല എന്ന് നേരത്തെ തന്നെ ഭഗവാൻ പറഞ്ഞു. അവനെ വെറുതെ വിട്ടാൽ വീണ്ടും അപകടം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അത് ഇവിടെ കാണിച്ചു തരുന്നു, അങ്ങനെയുള്ളവരെ വെറുതെ വിട്ടാൽ ഇതുപോലെയാണെന്ന്. അങ്ങനെ വീണ്ടും ആ ബ്രഹ്മാസ്ത്രത്തെ പ്രയോഗിക്കുകയാണ് ചെയ്തത്. സൂത ഉവാച ഉപാരാധ്യവചസ്തസ്യ ഭഗവൻ ഭക്തവത്സല അപാണ്ഡവമിതം കർത്തും ദ്രൗണേരസ്ത്രമബുദ്ധ്യത. തദാഹ്യേവാധമുനിശ്രേഷ്ഠ പാണ്ഡവ പഞ്ചസായകാൻ ആത്മനോഭിമുഖാൻ ദീപ്താൻ അലക്ഷ്യാസ്ത്രാന്യുപാദൂ. ഹരേ കൃഷ്ണ. സൂതൻ പറഞ്ഞു,
അതു കേൾക്കേ ജ്ഞാതനായി ഭഗവാൻ ഭക്തവത്സലൻ ദ്രൗണിതൻ ബ്രഹ്മാസ്ത്രമിതു പാണ്ഡവമാക്കുവാൻ എന്നാണെന്ന് തോന്നുന്നു. കാരണം പാണ്ഡവന്മാരെ ഇല്ലാണ്ടാക്കാന്ന്. അപ്പം അങ്ങനെയാവും എന്ന് എനിക്ക് തോന്നുകയാണ് കേട്ടോ. ദ്രൗണിതൻ ബ്രഹ്മാസ്ത്രമിതു അപാണ്ഡവമാക്കുവാൻ എന്നാവും എന്ന് തോന്നുന്നു. ആ വാക്കുകൾ പാണ്ഡവമാക്കുവാൻ എന്ന് വരാൻ വഴിയില്ല, അച്ചടി തെറ്റാവാം. അതു കേൾക്കേ ജ്ഞാതനായി ഭഗവാൻ ഭക്തവത്സലൻ ദ്രൗണിതൻ ബ്രഹ്മാസ്ത്രമിതു അപാണ്ഡവമാക്കുവാൻ കണ്ടു പാണ്ഡവർ പെട്ടെന്നു തങ്ങൾക്കെതിരതിപ്രമായി 5 അമ്പുകൾ ഇരമ്പുന്നുണ്ട്. അവരമ്പുകൾ അനന്യ വിഷയാത്മാക്കൾ അവർ തൻ വ്യഥ കാൺകയാൽ കൃഷ്ണൻ സുദർശനാസ്ത്രം കൊണ്ട് അവരെ കാത്തു തൽക്ഷണം. ആ ഒരു ശ്ലോകം നമ്മൾ വായിച്ചിട്ടില്ല, ഈ സംസ്കൃതം വായിച്ചിട്ടില്ല. ഞാനത് ഒരുമിച്ച് വായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, സംസ്കൃതത്തിൽ അത് വായിക്കുന്നേ ഉള്ളൂ. വ്യസനം വീക്ഷ്യ തദ്ദേശാം അനന്യ വിഷയാത്മനാം സുദർശനേന ശാസ്ത്രേണ സ്വാനാം രക്ഷം വിധാദ്വിഭൂ. ഭഗവാൻ അതാ ആ ദ്രൗണിയുടെ അസ്ത്രം, അതായത് ഉത്തരയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഭഗവാൻ നോക്കുമ്പോൾ എന്താണ്, അർജുനൻ അപമാനിച്ചതിൽ കൂടുതൽ കോപം ഉണ്ടായിട്ട് തൻ്റെ തെറ്റിനെ മനസ്സിലാക്കാതെ കണ്ട് വീണ്ടും കോപാകുലനായിട്ട് ലോകത്തെ നശിപ്പിക്കാൻ പാണ്ഡവനെ പാണ്ഡവ വിഹീനം ആക്കാൻ വേണ്ടിയിട്ട് പാണ്ഡവരെ ഇല്ലാണ്ടാക്കാൻ. അതുകൊണ്ടാണ് ആ പാണ്ഡവമാക്കുവാൻ എന്നാവും ആ വാക്ക് എന്ന് ഞാൻ പറഞ്ഞത്. ആ പാണ്ഡവരെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മാസ്ത്രത്തിനെ പ്രയോഗിച്ചു. അത് ഉത്തരയുടെ നേർക്ക് പാഞ്ഞെടുക്കുകയാണ്. മാത്രമല്ല പാണ്ഡവന്മാരുടെ നേർക്കും പാഞ്ഞെടുക്കുകയാണ്. അപ്പോൾ തന്നെ ആ പാണ്ഡവന്മാരുടെ അടുത്ത് ആ അസ്ത്രങ്ങൾ കണ്ടപ്പോൾ ബ്രഹ്മാസ്ത്രം ഒന്നാണെങ്കിലും 5ആയിട്ട് പിരിഞ്ഞ് 5 പേരുടെയും നേർക്ക് ഒരേ സമയത്തിൽ പ്രവേശിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ത് ചെയ്തു, ആ സ്വഭക്തന്മാരായ പാണ്ഡവന്മാർക്ക് നേരിട്ടിരിക്കുന്ന ആപത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ട് സുദർശനത്തെ പ്രയോഗിച്ചിട്ട് അവരെ രക്ഷിച്ചു എന്ന് പറയണു. അന്തസ്ഥഃ സർവഭൂതാനാം ആത്മാ യോഗേശ്വരോ ഹരി സ്വമായയ വൃണോദ്ഗർഭം വൈരാട്യാ ഗുരുതന്തവേ യദപ്രസ്ഥം ബ്രഹ്മശിരസ്ധാമോഹം ജാ പ്രതിക്രിയം വൈഷ്ണവം തേജാസാദ്യ സമശമ്യാത് ഭൃഗുദ്വഹാം മാമസ്താഹേതദാശ്ചര്യം സർവാശ്ചര്യമയേ മയേച്യുതേ യ ഇദം മായയാ ദേവ്യാ സൃജത്യവതിഹന്ത്യചാം ബ്രഹ്മതേജോ വിനിർമുക്തൈർ ആത്മജൈ സഹ കൃഷ്ണയാ പ്രയാണാഭിമുഖം കൃഷ്ണം ഇദമാഹാപൃതാ സധീ. സർവഭൂതങ്ങൾക്കുമുള്ളിൽ മേവും യോഗേശ്വരൻ ഹരി വൈരാട്ടിയുടെ ഗർഭത്തെ മറച്ചു സ്വന്തമായയാൽ വ്യർത്ഥമാവാത്ത ബ്രഹ്മാസ്ത്രം അപ്രതിക്രിയമെങ്കിലും സുദർശനത്തിൻ്റെ വിഷ്ണു തേജസ്സിൽ ചേർന്നു ശാന്തമായി. ഇതിലാശ്ചര്യമെന്തുള്ളൂ, സർവാശ്ചര്യമയച്യുതൻ മായയെ കൊണ്ടു സംസൃഷ്ടി സ്ഥിതി സംഹൃതി ചെയ്തവൻ. ബ്രഹ്മാസ്ത്രമുക്തരം മക്കൾ കൃഷ്ണനും കേട്ടു നിൽക്കവേ പ്രയാണാഭിമുഖൻ കൃഷ്ണനോടു ചൊൽവു വൃഥാ സതി.
അങ്ങനെ ആ അസ്ത്രത്തിനെ, അതായത് സർവഭൂതങ്ങളുടെയും ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്ന ആ ഭഗവാൻ അണിമ, മഹിമ തുടങ്ങിയിട്ടുള്ള സിദ്ധികളൊക്കെ ആർക്കുണ്ട്? ആ ഭക്തന്മാർക്ക് പ്രദാനം ചെയ്തു കൊടുക്കുന്ന ആ ഭഗവാന് ഈ ഒരു സിദ്ധികളൊന്നും സ്വയം ആ സിദ്ധികൾക്കൊന്നും സിദ്ധികളുണ്ടാവണമെങ്കിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ആ ഭഗവാൻ എന്തു ചെയ്തു? ഒരു ചെറിയ വിരലിൻ്റെ, ആ ചെറുവിരലിൻ്റെ രൂപത്തിലെ ശംഖുചക്ര ഗദാപത്മധാരിയായിക്കൊണ്ട് ആ ഗർഭത്തിൽ കടന്നുകൊണ്ട് ഗർഭസ്ഥ ശിശുവിൻ്റെ ചുറ്റും ഇങ്ങനെ നമ്മളൊക്കെ ഭഗവാനെ ഗുരുവായൂർ പോയാൽ എന്താ ഉണ്ടാവുക? ഗുരുവായൂരപ്പനെ പ്രദക്ഷിണം വയ്ക്കുക, നമ്മുടെ മഹാപാപങ്ങളൊക്കെ തീർന്ന് നമുക്ക് നമ്മുടെ കർമ്മപ്രാരബ്ധങ്ങളൊക്കെ തീർന്ന് നമുക്ക് ആ ഭഗവാനോട് ചേരാൻ വേണ്ടി, ആ പ്രേമഭക്തി ഉണ്ടാവാൻ വേണ്ടി നമ്മളൊക്കെ ഭഗവാനെ പ്രദക്ഷിണം വയ്ക്കണം. ഇവിടെ ഭക്തന് വേണ്ടി ഭഗവാൻ ഒരു അജനനായ ഭഗവാൻ ഒരു ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ആ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ആ കുഞ്ഞിൻ്റെ ചുറ്റും പ്രദക്ഷിണം വച്ചുകൊണ്ടിരിക്കണം. എന്തൊരു കാരുണ്യാണ് അല്ലേ! അങ്ങനെ ആ പ്രദക്ഷിണം വച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ പറയാണ്, അന്യാസ്ത്രത്തിൽ നിന്ന് തടുക്കാൻ വേണ്ടിയിട്ട് കഴിയാത്തതും ഒരിക്കലും വ്യക്തമാവാത്തതുമാണ് ബ്രഹ്മാസ്ത്രം എന്ന്. അങ്ങനെയാണെങ്കിലും ആ സുദർശനത്തിൻ്റെ തേജസ്സോടുകൂടി ചേർന്നപ്പോൾ ആ വൈഷ്ണവ തേജസ്സിൽ ലയിച്ചു പോയി ആ ബ്രഹ്മാസ്ത്രം എന്ന് പറയാണ്. ആ ബ്രഹ്മാസ്ത്രത്തെ ഈ വിധം ശമിപ്പിച്ചത് കണ്ട് ആശ്ചര്യപ്പെടുകയാണ്. എല്ലാവരും ആശ്ചര്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഭഗവാന്റെ സർവന്തര്യാമിയായ ഭഗവാനുണ്ടോ? ഭഗവാൻ വിരാട് രൂപത്തിൽ ആ ഗർഭപാത്രത്തിൽ ഉത്തരാഗർഭത്തെ സംരക്ഷിക്കുമ്പോഴും പരിപൂർണ തമനായ ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളെല്ലാം ഇല്ലാണ്ടായി. പാണ്ഡവന്മാർക്കും ഉത്തരയ്ക്കും ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാണ്ടായപ്പോൾ അത് ഈശ്വരൻ്റെ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണെന്ന് ആർക്ക് മനസ്സിലായി? ആ കുന്തിദേവിക്ക് മനസ്സിലായി. അപ്പോൾ ആ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട പുത്രന്മാരെയും പാഞ്ചാലിയൊക്കെ കൂടിയിട്ട് ചേർന്നിട്ട് പതിപതിയായ കുന്തിദേവി പോകാനൊരുങ്ങി നിൽക്കുന്ന ശ്രീകൃഷ്ണനെ ശ്രീകൃഷ്ണനോട് പറയണു. കുന്തിവാച നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനം അന്തർബഹിരവസ്ഥിതം. ആ കുന്തിയുടെ മനോഹരമായിട്ടുള്ള ആ പ്രാർത്ഥനയാണ് ഇവിടെ പറയണത്. കുന്തി പറഞ്ഞു, നീയദൃശ്യൻ സർവഭൂതൻ ബഹിരന്തസ്ഥിതൻ പരൻ നമിക്കുന്നേൻ പുരുഷ നീതാൻ ആദ്യൻ പ്രകൃതിരീശ്വരൻ മായായവനികാച്ഛന്നം അജ്ഞാതോക്ഷജമവ്യയം ന ലക്ഷ്യസേ മൂഢദൃശ നടോ നാട്യധരോ യഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം ഭക്തിയോഗവിധാനാർത്ഥം കഥം പശ്യേമഹി സ്ത്രീയാ. കുന്തി പ്രാർത്ഥിക്കണു, മായായവനികാച്ഛന്നൻ നീ അധോക്ഷജൻ അവ്യയൻ വേഷം കാൺമോ മൂഢൻ വേഷക്കാരനെ കൺമതില്ല ഞാൻ. വേഷം കാൺമോ മൂഢ എന്നാണ്, കാരണം കുന്തിയാണ് പറയുന്നത്. വേഷം കാൺമോ മൂഢ വേഷക്കാരനെ കൺമതില്ല ഞാൻ. കാണാ പരമഹംസന്മാർ അമലാത്മാക്കൾ മൗനികൾ ആ നിന്നെ കാണുമോ സ്ത്രീകൾ ഭക്തിയോഗവിധായക. അപ്പോൾ പറയാണ്, ഭഗവാനെ അങ്ങേ കാണാൻ സാധിക്കണില്ല, എല്ലാവർക്കും അങ്ങേ കാണാനൊന്നും സാധിക്കില്ല. എങ്ങനെയാണ് കാണാൻ സാധിക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മായയാകുന്ന തിരശീലയിൽ മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ആ ഇന്ദ്രിയങ്ങൾക്കൊന്നും വിഷയമാവാത്തവനാണ്. ഇന്ദ്രിയങ്ങൾ ആ പുറമേയുള്ള ആ വിഷയാസക്തിയുടെ പുറകെ പോകണു, ഭഗവാനെ തിരയണില്ല. അപ്പോൾ അങ്ങനെയുള്ള അങ്ങയെ വേഷം കെട്ടിക്കളിക്കുന്ന ഭഗവാൻ പല വിധത്തിലുള്ള നാമരൂപങ്ങളെ എടുത്തിട്ട് പല പല വേഷങ്ങളെ കെട്ടിയിട്ട് നമ്മുടെ മുമ്പിൽ ലീലയാടുകയാണ്. അപ്പോൾ അങ്ങനെ ആ ലീലയാടുമ്പോൾ ഒരു നടൻ ആ സ്റ്റേജിൽ വേഷം കെട്ടി വന്ന് നിൽക്കുമ്പോൾ ആ നടൻ ആരാണ് എന്ന് അറിയാണ്ട് ആ നടൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ മാത്രമാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ ഉള്ള നടനെ നമ്മൾ കാണുന്നില്ല.
എന്നതുപോലെ അങ്ങയുടെ ആ അത്ഭുത ശക്തിയെ അറിയാത്തവർക്കൊന്നും അറിയാൻ പറ്റില്ല. ആ വിധം അറിയാത്തവരിൽ ഒരുവളാണ് ഞാനും. അപ്പം എനിക്ക് എങ്ങനെയാണ് അങ്ങയുടെ മഹത്വം തിരിച്ചറിയാനായിട്ട് സാധിക്കണത്? ആ ജീവാത്മാ പരമാത്മാ ഭേദത്തെ നന്നായി അറിഞ്ഞിരിക്കുന്ന ആ പരമഹംസന്മാരായിട്ടുള്ളവർ, അവരും ആത്മരൂപത്തെ എപ്പോഴും മനനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മുനിമാരായിട്ടുള്ളവരും, അതുപോലെ അനാദി ദോഷങ്ങളെ മനസ്സിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ട് ഇരിക്കുന്ന സത്തുക്കൾ, അതായത് നിരന്തരം ഭഗവാന്റെ നാമം ജപിച്ച് മൗനമായിരുന്ന് നാമം ജപിച്ച് ആ ഉള്ളിലുള്ള ദോഷങ്ങളെയൊക്കെ നീക്കം ചെയ്തിട്ട് അവിടെ ആ ഉള്ളു പരിശുദ്ധമാക്കിക്കൊണ്ടിരിക്കുന്ന സത്തുക്കളായിട്ടുള്ളവരൊന്നും ആ നിന്തിരുവടിയെ നന്നായിട്ട് അറിയണില്ല. അവർക്കൊന്നും ആർക്കും പൂർണ്ണമായിട്ട് ആ ഭഗവാനെ അറിയാൻ സാധിക്കണില്ല. വേണ്ടതുപോലെ അവരൊന്നും ഭഗവാനെ അറിയണില്ല. കുറച്ച് മാത്രം അറിയണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കെ സ്ത്രീകളായിട്ടുള്ളത് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആ അറിവില്ലാത്തവരായിട്ടുള്ളത് എന്നെ പോലെയുള്ളവർക്ക് എങ്ങനെയാണ് ഭഗവാനെ അവിടുത്തെ അറിയാൻ കഴിയുക? അറിവില്ലാത്ത ഞങ്ങൾക്ക് നിന്തിരുവടിയെ കുറിച്ചുള്ള ഭക്തി അപ്പം അങ്ങയെ പറ്റിയിട്ട് വേണ്ടതുപോലെ അറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് അങ്ങയോട് ഭക്തി ഉണ്ടാവുക? ഒരാളുടെ മഹത്വം അറിയുമ്പോഴാണ് അവരെ വന്ദിക്കാനൊക്കെ നമുക്ക് തോന്നുക, അല്ലേ? അതിനെ മനസ്സിലാക്കാത്തതുകൊണ്ട്, ഭഗവാന്റെ മഹത്വം അറിയാത്തത് കൊണ്ട് ഞങ്ങൾക്കിതൊന്നും വന്ദിക്കാനൊന്നും തോന്നിയില്ല. ഞങ്ങളിലൊരാളായിട്ടാണ് ഭഗവാനെ ഞങ്ങൾ അങ്ങയെ കണ്ടത്. ഞങ്ങൾക്ക് വന്ദിക്കാനൊന്നും തോന്നിയില്ല എന്ന് പറയാം. അടുത്ത ശ്ലോകം. ഹരേ കൃഷ്ണ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണന്നു വാസുദേവന്നു ദേവകീനന്ദനന്നിതാ നന്ദഗോപകുമാരന്നു ഗോവിന്ദന്നു നമിപ്പു ഞാൻ. നമ പങ്കജനാഭായ നമ പങ്കജമാലിനെ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഘ്രയേ. നമോസ്തുതേ പത്മനാഭ പത്മമാലീ നമോസ്തുതേ. നമോസ്തുതേ പത്മനേത്ര പത്മനാഭ നമോസ്തുതേ. ആ പല വിധത്തിൽ ആ ഭഗവാനെ കുന്തി സ്തുതിക്കുന്നു. വസുദേവൻ്റെയും ദേവകിയുടെയും പുത്രനായിട്ട് അവതരിച്ചിട്ട് നന്ദഗോപരുടെയും യശോദയുടെയും പുത്രനായിട്ട് വളർന്ന് ആ ഗോക്കളെയൊക്കെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവിനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറയണു. ആ ഭഗവാന്റെ ഓരോന്നും എടുത്തിട്ട് ആ ഭഗവാന്റെ ആ മഹിമകളെ എടുത്ത് വർണ്ണിച്ചുകൊണ്ട് നമസ്കരിക്കുകയാണ്. യഥാ ഹൃഷീകേശഖലേന ദേവകി കംസേന രുദ്ധാതിചിരം ശുചാർപ്പിതം വിമോഹിതാഹം സഹാത്മജാ വിഭോ തയ്യൈവ നാഥേന മുഹുർവിപദ്ഗണാത്. ചിരാൽഖരൻ കംസനടച്ചകാരയിൽ കരഞ്ഞിടും ദേവകി പോലെയല്ലി ഞാൻ വിമുക്തയായി മക്കളടൊത്തു താങ്കളാൽ സദാ ഹൃഷീകേശ വിപത്തിലാഴവേ. എത്രയോ ആപത്തുക്കളിൽ വന്ന് പെട്ടു, അല്ലേ? അപ്പം കൃഷ്ണൻ ചെയ്ത ഓരോരോ ആ അനുഗ്രഹങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് പറയുകയാണ് ഭഗവാനെ, ആ ദുഷ്ടനായിട്ടുള്ള കംസൻ അങ്ങയുടെ മാതാവായിട്ടുള്ള ആ ദേവകിയെ എത്രയോ ആ ബന്ധനത്തിലാക്കിയിട്ട് ആ ദേവഗീത ആ ബന്ധനത്തിൽ നിന്ന് ആ ദേവകിയെ അങ്ങ് രക്ഷിച്ചു. അതുപോലെ ആണോ എന്നെ രക്ഷിച്ചത്? അതിലും ആ ദേവകിയെ രക്ഷിച്ചേക്കാളും ഒരു പടി കൂടി ഉയർന്ന കാരുണ്യമാണ് എന്നോട് കാണിച്ചത്. കാരണം അധിക കാലം കിടന്നിട്ട് ദേവകി എത്രയോ കാലം കിടന്ന് ദുഃഖിച്ചു, അല്ലേ? ദേവകി കുറേ കാലം കിടന്ന് ദുഃഖിച്ചു. തൻ്റെ ആ കല്യാണം കഴിഞ്ഞ കാലം മുതൽ ആ കംസവധം കഴിയണ വരെയുള്ള കാലക്രമത്തിൽ ആ സമയത്തൊക്കെ ദേവകി ദുഃഖിച്ചു. അതിൽ കുറേ കാലമൊക്കെ ജയിലിൽ തന്നെ കിടന്ന് ദുഃഖിച്ചു. അതിന് ശേഷമാണ് ഭഗവാൻ വന്ന് രക്ഷിച്ചത്. പക്ഷേ അങ്ങ് ഞങ്ങളെ രക്ഷിച്ചത് അങ്ങനെയല്ല.
ഉണ്ടാകുന്ന ആപത്തുകളിൽ നിന്ന് അപ്പോൾ ഓടി വന്ന് ആ ഭഗവാനെ അങ്ങ് ഞങ്ങളെ രക്ഷിച്ചു കൊണ്ടിരുന്നു. ഓരോന്നും ഇവിടെ ആ ദേവി എടുത്ത് പറയുകയാണ്, അതിൽ നിന്നൊക്കെ ഞങ്ങളെ രക്ഷിച്ചില്ലേ എന്നിട്ട് പിന്നെ ഓരോ ആപത്തുകളെ എടുത്ത് പറയാണ്. വിഷാദ് മഹാഗ്നേ പുരുഷാദ ദർശനാത് അസൽസഭായ വനവാസകൃച്ഛത മൃദേനേകമഹാരഥസ്തോ ദ്രൗണ്യസ്ത്രാദാശ്ചാസ്മ ഹരേഭിരക്ഷിത. ഓരോന്നും എടുത്തു പറയണം. വിഷം കൊടും തീപല രാക്ഷസേക്ഷണം വസ്ത്രാപഹാരം വനവാസകൃച്ഛതി ദ്രൗണ്യസ്ത്രപര്യന്തമഹാസ്ത്രസങ്കടം രക്ഷിച്ചു നീ ഞങ്ങളെ എത്രയോ കുറി. എത്ര പ്രാവശ്യമാണ് ഭഗവാനെ അവിടെ നിന്ന് ഓരോ ആപത്തുക്കൾ ഉണ്ടാവുമ്പോഴും അപ്പോൾ വന്ന് ആ ആപത്തുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചത് എന്ന് പറയുക. സുയോധന നിസ്തൃഷ്ടോ നിശപായാമർഷണോ മുനി പത്രൈശ്ചാത്യപ്യതഃസഹ ത്രൈലോക്യൈശ്ചരതാം വനേ വിപദഃ സന്തു നശ്യസ്തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യത് സ്യാത് അപുനർഭവ ദർശനം. ഇലയാൽക്കു തൃപ്തനായി കോപിമുനി മൂടലോടുമേ കാട്ടിൽ വാഴുന്നങ്ങളെ ശപിക്കാൻ ഗുരു അയച്ചവൻ. വരട്ടെ ഞങ്ങൾക്കു ദുഃഖം അപ്പോഴൊക്കെ ജഗദ്ഗുരോ ത്വൽദർശനം ലഭ്യമല്ലോ അപുനർഭവ ദർശനം. ഇവിടെ പറയണു, അതുപോലെ ആ കാട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ ശപിക്കാൻ വേണ്ടിയിട്ട്, അതായത് ആ ദുർവാസാവിൻ്റെ ശാപം ലഭിക്കട്ടെ എന്ന് കരുതിയിട്ട് ആ ദുർവാസാവിനെ കൗരവന്മാർ ദുര്യോധനാദികൾ കാട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. അപ്പോൾ കാട്ടിൽ വന്നിട്ട് അവിടെ പാഞ്ചാലിക്ക് ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുത്തിട്ട്, സൂര്യഭഗവാൻ അനുഗ്രഹിച്ചു കൊടുത്ത അക്ഷയപാത്രമുണ്ട്. അതിൽ ആ പാഞ്ചാലിയുടെ ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ അതിൽ ഭക്ഷണം ഉണ്ടാവില്ല. അതുവരെ എത്ര പേര് വന്നാലും ഭക്ഷണം വിളമ്പാൻ സാധിക്കും. അങ്ങനെയാണ്. അങ്ങനെ ആ സമയം നോക്കിയിട്ട്, പാഞ്ചാലിയുടെ ഭക്ഷണം കഴിഞ്ഞ സമയം നോക്കിയിട്ട് ദുർവാസാവിനെ പറഞ്ഞയച്ചു. അപ്പോൾ ദുർവാസാവ് വന്നപ്പോൾ സാധാരണ പോലെ തന്നെ സ്വീകരിച്ച് ധർമ്മപുത്രരെ സ്വീകരിച്ചിട്ട് പറഞ്ഞു, കുളിയും സ്നാനമൊക്കെ കഴിഞ്ഞു വന്നോളൂ, ആഹാരമൊക്കെ തയ്യാറാണെന്ന് പറഞ്ഞു. പക്ഷേ ആകെ കൂടി വിഷമിച്ച് പാഞ്ചാലി ഉറക്കെ വിളിച്ചു, കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചു. ആ വിളിച്ച സമയത്ത് ഭഗവാൻ പെട്ടെന്ന് ഓടി വരണു. അല്ല, എന്തൊക്കെയാ വിശേഷം, വിശന്നിട്ട് വയ്യ, എനിക്ക് എന്തെങ്കിലും ഉണ്ടോ കഴിക്കാമെന്ന് ചോദിച്ചിട്ടാണ് ഭഗവാൻ വരണേ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് വിളിച്ചത്? ആ ദുർവാസാവിന് കൊടുക്കാൻ ആഹാരമില്ല, പാത്രമൊക്കെ കഴുകി വെച്ചു, ഇനി ആഹാരമില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് വിളിക്കണു. ഇവിടെ ഭഗവാൻ വന്നിട്ട് പറയണു, എനിക്ക് വിശക്കണമെന്ന്. അപ്പോൾ ഭഗവാനോട് പറഞ്ഞു, എനിക്ക് അറിയാത്തതാണോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? അക്ഷയപാത്രമൊക്കെ കഴുകി വച്ചു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ച ആ മാത്രയിൽ പറഞ്ഞു, നോക്കട്ടെ, പാത്രം എടുത്തുകൊണ്ടിരുന്നു, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ആ പാത്രത്തിലിരുന്ന ഒരു ചീരയുടെ ഇല എടുത്ത് കഴിച്ചതോട് കൂടിയിട്ട് ഭഗവാൻ സംതൃപ്തനായി. അതോടുകൂടിയിട്ട് ആ ദുർവാസാവിനും പരിവാരങ്ങൾക്കൊക്കെ വയറു നിറഞ്ഞ് സദ്യ ഉണ്ട പ്രതീതിയായി. അവർ അങ്ങനെ തന്നെ അവിടെ നിന്ന് തിരിച്ചു പോയി. അങ്ങനെ ഭഗവാൻ രക്ഷിച്ചില്ലേ. അങ്ങനെ എത്രയെത്ര വിപത്തുക്കളിൽ നിന്നാണ് രക്ഷിച്ചത്. അപ്പോൾ പറയണ, ഹേ ലോകഗുരുവായിട്ടുള്ള ഗുരുവായൂരപ്പ, അവിടുന്ന് ഞങ്ങൾക്കിത് ആപത്തുക്കൾ വന്നുകൊണ്ടേയിരിക്കട്ടെ. ആപത്തുക്കൾ വരണ നേരത്ത് നീ ഓടി വരില്ലേ ഞങ്ങളുടെ അടുത്തേക്ക് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്? അപ്പോൾ ആ ഭഗവാൻ അതുകൊണ്ട് ആ രക്ഷിക്കുന്ന അങ്ങയുടെ ദർശനം ഞങ്ങൾക്ക് കിട്ടില്ലേ? അപ്പോൾ ആപത്തുക്കൾ ഉണ്ടാവുമ്പോഴെല്ലാം ആ ഭഗവാൻ വന്ന് കാണും, ഭഗവാൻ രക്ഷിക്കുമെന്നുള്ള ആ ദൃഢത ഉള്ളത് കൊണ്ട് പ്രാർത്ഥിക്കണം. എന്താ ആപത്ത് വന്നാലും ഭഗവാനെ ഇതൊക്കെ കണ്ട് നമ്മളിൽ ചിലരെ ആപത്തുക്കളൊക്കെ വന്നോട്ടെ ഭഗവാനെ എന്ന് പറയും. പക്ഷേ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ആ ആപത്തുക്കളെ ഏറ്റുവാങ്ങാനുള്ളൊരു ശക്തി നമുക്കുണ്ടോ?
ആ ആപത്തുക്കളെ തരണം ചെയ്യാൻ കാരണം നമുക്ക് അത്ര ദൃഢത വന്നിട്ടുണ്ടോ, പാഞ്ചാലിയുടെ അല്ലെങ്കിൽ ആ കുന്തിയുടെ അത്രയ്ക്ക് ദൃഢത വന്നിട്ടുണ്ടോ, എന്താപത്ത് വന്നാലും വേണ്ടില്ല ഭഗവാൻ വരും രക്ഷിക്കും എന്നുള്ള ദൃഢത വന്നിട്ടുണ്ടോ എന്ന് ആലോചിക്കണം. നമ്മളൊക്കെ പറയും പാഞ്ചാലി പ്രാർത്ഥിക്കണ പോലെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ആ പാഞ്ചാലി പ്രാർത്ഥിക്കണ പോലെയാണ് പ്രാർത്ഥിക്കേണ്ടത്, പക്ഷേ അല്ല കുന്തിദേവി പ്രാർത്ഥിക്കണ പോലെയാണ് പ്രാർത്ഥിക്കേണ്ടത്. കുന്തിദേവി അപ്പം കുന്തിയുടെ ആ കൃഷ്ണ ദർശന കല നമുക്കില്ലാന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ തളരുകയുള്ളൂ. അപ്പോൾ ഭഗവാൻ നമ്മളെന്തേ പ്രാർത്ഥിക്കേണ്ടു, ഈശ്വരേച്ഛ പോലെ എന്താണോ വരുന്നത് അതൊക്കെ എന്ത് തന്നെ വന്നാലും ഭഗവാനെ അവിടെ നിന്ന് തന്നെയാണ് ഞങ്ങളുടെ കൂടെയുള്ളത്, അത് ഞങ്ങൾക്ക് ബോധ്യമാക്കി തരണം. എല്ലാത്തിനെയും തരണം ചെയ്യാനുള്ള കരുത്തേക്കിക്കൊണ്ട് അവിടെ നിന്ന് എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള സത്യത്തിനെ ഞങ്ങൾക്ക് ബോധ്യമാക്കി തരണേ. നമുക്കിതുവരെ അത് ബോധ്യം വന്നിട്ടില്ല, അതുകൊണ്ട് അതേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് കുന്തി പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിച്ചാൽ ആ കൃഷ്ണ ദർശന കലയില്ലെങ്കിൽ നമുക്ക് അവിടെ അത് പരാജയവും ആ കുന്തിയുടെ പോലെയുള്ള ആ ദൃഢത ഉണ്ടാവുകയാണ് വേണ്ടത്. നമുക്ക് അതിനു വേണ്ടിയിട്ടാണ് ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത്, നമുക്ക് ആ കുന്തിയുടെ പോലെ ആവണം എന്നുള്ളത്. ജന്മൈശ്വര്യാശ്രുതശ്രീഭിർരേധാമാനധപ്പുമാൻ നൈവാർഹത്യഭിധാതും വൈ ത്വാം അകിഞ്ചനഗോചരം നമോ കിഞ്ചനവിത്തായ നിവർത്തഗുണവർത്തയേ ആത്മാരാമായ ശാന്തായ കൈവല്യപതയേ നമഃ. ജന്മൈശ്വര്യശ്രുതശ്രീയാൽ ഏധാമാനതൻപുമാൻ ഘോഷിക്കാ നിൻ പേരുപോലും നീ അകിഞ്ചനഗോചരൻ നീയേ കിഞ്ചനവിത്തൻ നീ നിവൃത്ത ഗുണവൃത്തിയും ശാന്തൻ ആത്മാരാമൻ കൈവല്യപതി നിന്നെ നമിപ്പു ഞാൻ. അപ്പോൾ പറയണു ഭഗവാന്, അതായത് സമ്പത്തുകളാകട്ടെ ശ്രേയസ്സിൻ്റെ ശത്രുക്കളാണെന്ന് കാണിക്കുകയാണത്. അതായത് ജനനം, പ്രഭുത്വം, വേദങ്ങളറിയുക, പഠനം, ധനം, ഇതൊക്കെ കൊണ്ട് ഗർവിച്ച് കഴിയുന്ന പുരുഷൻ അവിടുത്തെ അങ്ങയുടെ മഹത്വം മനസ്സിലാക്കണില്ല, അങ്ങയെ തിരിച്ചറിയാൻ പറ്റണില്ല. അവർ അങ്ങയുടെ ദിവ്യനാമങ്ങളെ കീർത്തിക്കുകയൊന്നും ചെയ്യണില്ല. അതിനാൽ സമ്പത്ത് അഹങ്കാരം വർദ്ധിക്കും. അത് നിമിത്തം അവിടുത്തോടുള്ള ഭക്തി ഇല്ലാണ്ടാവും. അതിനാൽ അത് അവസാനം എന്തുണ്ടാവും, നാശമാണ് കാര്യമായിട്ടുണ്ടാവുക. വീണ്ടും വീണ്ടും ഈ സംസാര ദുഃഖത്തിലേക്ക് പതിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഭഗവാനെ ഞാൻ സമ്പത്തിനൊന്നും വേണ്ടി പ്രാർത്ഥിക്കണില്ല, ഒന്നേ പ്രാർത്ഥിക്കണുള്ളൂ. എന്താ വേണ്ടോ, അവിടുത്തെ നാമം ജപിച്ചുകൊണ്ട് അവിടുത്തെ ചിന്തിച്ചുകൊണ്ട് സദാ ഈശ്വരനിൽ മുഴുകി ഇരിക്കാനായിട്ട് സാധിക്കണം. നിന്തിരുവടി അല്ലാണ്ട് മറ്റൊന്നിനെയും ശരണം ഇല്ലെന്ന് ഉറച്ചിരിക്കുന്ന ഭക്തന്മാരെ സർവസ്വമായിട്ട് ആശ്രയിച്ചിരിക്കുന്നവനല്ലേ അങ്ങ്. ധർമാർത്ഥ കാമ വിഷയങ്ങളിൽ ആസക്തിയില്ലാണ്ട് ആത്മാനന്ദത്തിൽ സന്തോഷിച്ചിരിക്കുന്ന ആ രാഗ ആദി വൃത്തികളെയൊക്കെ ഇല്ലാണ്ടാക്കിയിട്ട് മോക്ഷത്തെ നൽകാൻ സമർത്ഥനായിട്ടുള്ള ആ ഭഗവാനെ അവിടുത്തെ ആ പാദങ്ങളിൽ അടിയൻ നമസ്കരിക്കണോ എന്ന് പറയാണ്. അപ്പോൾ സർവാത്മനാ ശരണം പ്രാപിച്ച സാധുക്കളെ ആ ഭഗവാൻ എപ്പോഴും രക്ഷിക്കും. അതാണ് ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ല, നശിക്കുന്ന ധനമല്ല വേണ്ടത്. നമുക്ക് എന്താ വേണ്ടത്, ആ ഈശ്വരനെ പൂജിക്കുക, സത്തുക്കളുമായിട്ട് സംഘം ഉണ്ടാവുക, അവരോട് കൂടിയിരുന്ന ഈശ്വരനെ പൂജിക്കാനായിട്ട് സാധിക്കുക, ഈശ്വരനാമം ജപിക്കുക, ഒന്നിനുമല്ലാണ്ട് ഈശ്വരനെ ആശ്രയിക്കാനായിട്ട് സാധിക്കുക. അങ്ങനെ ആ സർവാത്മന ആ ശ്രീഹരിയെ തന്നെ ശരണം പ്രാപിക്കാൻ സാധിക്കുക. അങ്ങനെയുള്ള ഒരു വരമാണ് അടിയങ്ങൾക്ക് തരേണ്ടത് എന്നത് ആ കുന്തിയിലൂടെ നമുക്കും പ്രാർത്ഥിക്കാൻ സാധിക്കണം. മന്യേ ത്വം കാലമീശാനം അനാദിനിധനം വിഭും സമം ചരന്തം സർവത്ര ഭൂതാനം യന്മിധക്യ കലി. നീയത്രേ കാലം ഈശാനൻ അനാദിനിധനൻ വിഭു ചരിപ്പു സർവത്ര സമൻ തമ്മിൽ സ്പർദ്ധിപ്പു ജീവികൾ. അപ്പോൾ പറയാണ് ഭഗവാനെ, ദേവകീപുത്രനായ കൃഷ്ണനാണ്
ഇത്രയൊക്കെ സ്തുതിക്കാനുണ്ടോ എന്നാണ് ആലോചിക്കണമെന്ന് വെച്ചാൽ അങ്ങനെയല്ല ഭഗവാനെ. അങ്ങ് ദേവകീപുത്രനൊന്നുമല്ല, കാലസ്വരൂപനാണ്. സർവത്തിനും ആധാരഭൂതനായിട്ടുള്ള പരബ്രഹ്മസ്വരൂപനാണ്. ആ ജനന മരണങ്ങൾ ഇല്ലാണ്ടാക്കുന്നവനാണ്. അതുപോലെ ഏതൊരു കാലത്തും സൃഷ്ടിയുടെ തുടക്കത്തിലും സൃഷ്ടിയുടെ ആ നടുക്കും അവസാനത്തിലും സൃഷ്ടി ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴും സർവദാ സർവത്ര വിളങ്ങി നിൽക്കുന്നതാണ് അവിടുന്ന്. അപ്പം അങ്ങനെ ആ ഒരിക്കലും ക്ഷയമില്ലാത്തവനാണ്. തമ്മിൽ കലഹമേമം ഉണ്ടാക്കുന്നതല്ലാണ്ട് ആരിലും നമ്മളെന്താ ചെയ്യണേ, പലതിൻ്റെയും പേര് പറഞ്ഞ് ഈശ്വരൻ്റെ പേര് പറഞ്ഞ പോലും നമ്മൾ തമ്മിൽ തല്ലണോ അല്ലേ. ഇപ്പോൾ ജാതി മതം പോട്ടെ, ഇപ്പോൾ ക്രിസ്ത്യാനി ഹിന്ദു മുസ്ലിം എന്നുള്ളത് പോട്ടെ, അല്ലാണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഭേദബുദ്ധി ഉണ്ട് അല്ലേ. വിഷ്ണുവിനെ പൂജിക്കണവരെ, ശിവനെ പൂജിക്കണവരെ, ദേവിയെ പൂജിക്കണവരെ, അവർ തമ്മിൽ കലഹം, അങ്ങനെ പല വിധത്തിലുള്ളത് നടക്കണു. അപ്പോൾ ഇവരൊന്നും ശരിയായ തത്വത്തെ അറിയണില്ല. അങ്ങയ്ക്ക് ഒന്നിലും ഭേദബുദ്ധിയില്ല, എല്ലാവരും ഒരുപോലെയാണ്. പക്ഷെ അങ്ങയെ പല ഭാവത്തിൽ പല ഭേദത്തിൽ അങ്ങ് പല പല രൂപഭാവങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ അതിൻ്റെ പേരിൽ വഴക്ക് കൂടുമ്പോൾ അങ്ങയുടെ ആ മഹത്വം അറിയുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ആ ഭഗവാനെ, അങ്ങ് സർവേശ്വരനായ അങ്ങ് ഈ ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് ലോകത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ കേവലം ഒരു മനുഷ്യപാലനായിട്ട് നമ്മളുടെ മുമ്പിൽ വിളങ്ങി നിൽക്കുകയാണെന്ന് എനിക്ക് ബോധ്യമായി ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നവേദ കിഞ്ചിത് ഭഗവം ചികിത്സിതം തവേഹ മാനസ്യ നൃണം വിഡംബനം നയസ്യ കിഞ്ചിദ്ദയിതോസ്തി ഗർഹിജിൻ ദൃശേശ്ച യസ്മിൻ വിഷമാമതിർനൃണാം. ആരോടുമില്ല സവിശേഷമാം പ്രിയങ്ങൾ തേ ആരോടുമില്ല സവിശേഷമാം പ്രിയങ്ങൾ തേ നിഞ്ജനതാ വിഡംബനം മനസ്സിലാവഞ്ഞു പരുങ്ങി നിൽപ്പിത മനുഷ്യരാകെ ഭഗവൻ വിമൂഢരായി. ഇപ്പോൾ പറയാണ്, ഹേ ഭഗവാനെ, അവിടുന്ന് മനുഷ്യനാട്യത്തെ നടിച്ചു കൊണ്ടുവരുന്നതിനെ കൊണ്ട് അങ്ങയുടെ മഹത്വം ആർക്കും അറിഞ്ഞുകൂടാ. അങ്ങേക്ക് ആരാണ് പ്രിയൻ? അങ്ങക്ക് ഒരാൾ പ്രിയനായിട്ടോ ഒരാൾ അപ്രിയനായിട്ടുള്ള, ഒരാളോട് ദേഷ്യമോ ഒരാളോട് സ്നേഹം കൂടുതലോ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഒരുപോലെയാണ്. എങ്കിലും അതിനെ അങ്ങയെപ്പറ്റി അറിയാത്തത് കൊണ്ട് ജനങ്ങൾ പറയണു, ഭഗവാൻ ശിക്ഷിക്കുന്നതായിട്ടും രക്ഷിക്കുന്നതായിട്ടും ഭഗവാനെ പക്ഷാപാതമുള്ളത് പോലെയൊക്കെ തോന്നുകയാണ് മറ്റുള്ളവർക്ക്. മനുഷ്യൻ്റെ രാഗവൃത്തികൾക്ക് അനുസരിച്ച് അവനവൻ്റെ വ്യവഹാരം എങ്ങനെയാണോ അതനുസരിച്ചിട്ടാണ് അവർ ഭഗവാനെ അളക്കണത്. നമുക്ക് ഇങ്ങനെയുള്ള ആ വ്യത്യസ്തതകളൊക്കെ ഉണ്ടെങ്കിൽ അതേ ഭാവത്തിൽ നമ്മളിപ്പോൾ ഒരാൾ ഒരു തെറ്റ് ചെയ്ത് അവരോട് കോപിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നണം ഈശ്വരനും തെറ്റ് ചെയ്യാൻ കോപിക്കുകയാണ് ചെയ്യണത്. നമ്മൾ ചെയ്ത പൂർവ്വകർമ്മത്തിന് അടിസ്ഥാനമായിട്ട് വന്നു വരുന്ന കർമ്മപ്രാരാബ്ധങ്ങളാണെന്നും നമുക്കറിയില്ല. നമ്മളുടെ മനോവ്യാപാരത്തിനനുസരിച്ച് നമ്മളത് ഭഗവാനിൽ അല്ലേ. അതിപ്പോൾ അതുകൊണ്ടാണ് പലതും പല രീതിയിൽ ഭഗവാന്റെ ചരിതങ്ങൾ എഴുതിയിട്ടുണ്ട്. ഉള്ളതൊക്കെ നോക്കിക്കോളും, മുഴുവനും മനുഷ്യൻ്റെ അടിസ്ഥാനത്തിലാണ് എഴുതിയേക്കണത്. കാമങ്ങളും ക്രോധങ്ങളും ലോഭങ്ങളും മോഹങ്ങളും ഒക്കെ അതിൽ വല്ലാണ്ട് അവതരിപ്പിച്ച് കാണാം. കാരണം ഇത് എഴുതിയ ആൾക്ക് ഇതിൽ നിന്നൊന്നും ജയം വരാണ്ട് എഴുതുന്നവരാകുമ്പോൾ നമുക്ക് നമ്മുടെ രീതിയിലല്ലേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടിരിക്കുന്ന ആ പരിപൂർണമായിട്ടുള്ള അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന തത്വത്തിനെ അറിയാൻ സാധാരണക്കാരായി നമുക്കൊന്നും സാധിക്കില്ല. അപ്പം ചില കഥകളിലൊക്കെ നമ്മൾ വായിക്കും, രാധാറാണി എന്ന് വെച്ചാൽ രാധ എന്ന് പറഞ്ഞാൽ തന്നെ പരമമായ പ്രേമമാണ്. ആ പ്രേമത്തിന് വേറൊരു ഭാവമില്ല. അപ്പോൾ ചില ഭാഗങ്ങളിൽ കാണിക്കുന്നു രാധയും കൃഷ്ണനും തമ്മിൽ വഴക്കിട്ടു, രാധ പിണങ്ങിപ്പോയി, രാധ ശപിച്ചു എന്നൊക്കെ കഥകളിൽ കാണാം. അത് വെറും
കഥകളായിട്ട് തന്നെ നമുക്ക് എടുക്കണം. ശരിക്കും അങ്ങനെ ഒരു ഭാവമില്ല. കാരണം രാധയും കൃഷ്ണനും ഒന്ന് തന്നെയാണ്. ഭഗവാനിൽ നിറഞ്ഞിരിക്കുന്ന പരമമായ പ്രേമഭാവമാണ് രാധ. രാധയെ പിരിയുക, രാധയെ ഉപേക്ഷിക്കുക, രാധ വിരഹദുഃഖം അനുഭവിക്കുക, അങ്ങനെയുള്ളതൊന്നും ഇല്ല. കാരണം എല്ലാവരുടെ ഉള്ളിലും എങ്ങനെയാണോ ആ ശ്രീകൃഷ്ണ ഭഗവാൻ നിറഞ്ഞിരിക്കുന്നത്, അതുപോലെ എല്ലാവരുടെ ഉള്ളിലും നിറഞ്ഞിരിക്കേണ്ട ഒരു ഭാവം തന്നെയാണ് രാധാഭാവം, പരമപ്രേമഭാവം. ആ പ്രേമമില്ലാണ്ട് നമുക്ക് ആർക്കും ഭഗവാനെ കിട്ടില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ആ രാഗവൃത്തികളൊക്കെ നമ്മൾ ഭഗവാനിൽ കൽപ്പിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ അങ്ങയുടെ ആ അതൊക്കെ അങ്ങയുടെ ഈ വിഷമ സ്വഭാവമാണ് എന്ന് കാണുന്നതൊക്കെ കഷ്ടം തന്നെയാണ് എന്നതാ ഇവിടെ അമ്മ പറയണു. ജന്മകർമ്മച്ച വിശ്വാത്മാൻ അജസ്യ കർത്തുരാത്മന തെര്യംനിശീഷു യാതാസു തദത്യന്ത വിഡംബനം യാദസ്ഥിര്യം ഋഷി ദ്വാരാ വിശ്വാത്മാവങ്ങജാത്മജൻ അകർത്താവായി ചെയ്യൂ ജന്മകർമാത്യന്ത വിഡംബനം. അപ്പോൾ പറയാണ്, എല്ലാവരുടെ ഉള്ളിലും ആത്മാവായിട്ട് വിളങ്ങുന്ന ഹേ പുരുഷ, എല്ലാവരുടെ ഉള്ളിലും അന്തര്യാമിയായിട്ടിരിക്കുന്ന ഭഗവാനെ അങ്ങേക്കിതാ എല്ലാത്തിലും അതായത് ഏത് ഒരു പുൽക്കൊടി മുതൽ ആ ഉറുമ്പ് മുതൽ ഏതൊരു ജീവജാലങ്ങളും ആ നിസ്സാരം മുതൽ വലിയ വലിയ ആ ജീവജാലങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള എല്ലാത്തിലും ഭഗവാനെ അവിടുന്ന് തന്നെയാണുള്ളത്. ആ തിര്യക് ജാതി എന്നൊക്കെയുള്ള പറയണല്ലോ, അതന്നെയാണ്. അതുപോലെ മനുഷ്യവർഗത്തിലും ഋഷിവർഗത്തിലും എല്ലാ വിധത്തിലും അവിടുന്ന് തന്നെയാണ് എല്ലാവരുടെയും ആത്മാവായിട്ടിരിക്കുന്നത്. അപ്പോൾ ആ സൃഷ്ടിയാദി ലീലകളെ നടത്തണം എന്ന ആഗ്രഹമുണ്ടായതുകൊണ്ട് കേവലം ഒരു ലീല മാത്രമാണ് ഇതെല്ലാം എന്ന് ആണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഭഗവാന്റെ ലീല മാത്രമാണ്, എല്ലാത്തിൻ്റെ ഉള്ളിലും ആത്മാവായിട്ടിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. ഗോപ്യാദേ ത്വയി കൃതാഗസിതാ മാതാവദ് യാദേ ദദാശു അശ്രുകലിലാഞ്ജന സംഭ്രമാക്ഷം വക്തം നിനീയ ഭവഭാവനയാ സ്ഥിതസ്യ സാമാം വിമോഹയതി ഭീരഭി യദ്ഭിഭേദി. പിന്നെ പണ്ട് കണ്ട ഒരു കാര്യത്തിന് അവിടെ കുന്തിദേവി ഓർക്കണു. പൊട്ടീകലം കയറെടുത്തു യശോദ നിന്നെ കെട്ടാൻ തദാശ്രു കലിലാഞ്ജന സംഭ്രമാക്ഷൻ വക്രം കുനിച്ചൊരു ഭയത്തോടെ നിന്നു മോഹിപ്പിപ്പൂ ജനഭയത്തിനു ഭയങ്കര താങ്കളെന്നെ. ഒരിക്കലെ ആ വൃന്ദാവനത്തിലേക്ക് പോയപ്പോൾ കുന്തിദേവി കാണുന്ന കാഴ്ചയാണ്. എന്താണ്? ആ കലൊക്കെ തല്ലി പൊട്ടിച്ച് കുറ്റത്തിന് അമ്മ കയറായിട്ട് പിടിച്ച് കെട്ടാൻ നിൽക്കുമ്പോൾ അമ്മയുടെ മുമ്പിൽ ഭയപ്പെട്ടുകൊണ്ട്, വേണ്ട അമ്മ, എന്നെ കെട്ടണ്ട അമ്മേ, എന്നെ കെട്ടണ്ട, ഞാനിനി ഇങ്ങനെയൊന്നും ചെയ്യില്ല, എന്നെ കെട്ടണ്ട അമ്മ എന്ന് പറഞ്ഞ് കരഞ്ഞ് പേടിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആ അഭിനയം, അല്ലെ, ആ അഭിനയത്തിനെ അഭിനയിപ്പിച്ചുകൊണ്ട് ഭയത്തിനു പോലും ഭയമാക്കിയിട്ട്, ഭയമാണ് ഭഗവാനെ. അങ്ങനെയുള്ള ആ ഭഗവാൻ ഭയത്തിനെ അഭിനയിച്ചു കൊണ്ട് നിൽക്കല്ലേ, അങ്ങനെ എന്നെ മോഹിപ്പിച്ചില്ലേ എന്ന് ചോദിക്കുക. കേജിദാഹുരജം ജാതം പുണ്യശ്ലോകസ്യ കീർത്തയേ യതോ പ്രിയാസ്യാന്വവായേ മലയസ്യേവ ചന്ദനം അപരേ വാസുദേവസ്യ ദേവക്യം യാജിതോഭ്യഗാത് അജസ്ത്വമസ്യ ക്ഷേമായ വധായ ച സുരദ്വിഷാം ഭാരാവതാരണയായ അന്യേ ഭുവോനാവ ഇവോ ദദൗ
സീമന്ത്യാഭൂരിഭാരേണ ജാതോ ആത്മഭുവർദ്ധിത ഭവേസ്മിൻ ക്ലിശമാനാനാം അവിദ്യാകാമവർമ്മഭി ശ്രവണസ്മരണാർഹാണി കരിഷ്യന്നിതി കേചന. യതു പുണ്യശ്ലോകകീർത്തിപ്രിയന്നി ജാതനായ ജന്മലയത്തിൽ ചന്ദനം പോലെന്നത്രേ ചില തന്മൊഴി. ദേവകീ വസുദേവന്മാരർത്ഥിച്ചിട്ടെത്തിനാനജൻ ലോകക്ഷേമത്തിനസുരഹത്യയ്ക്കായെന്നിനി ചിലർ. ഇനിയും കേൾവി വന്നീ അസുരക്ലിഷ്ട ഭൂമിയെ കടലിൽ താഴുമുരുപോൽ മീളാൻ ആത്മഭുവാർത്ഥിതൻ ഭവക്ലേശനിമഗ്നയാം അവിദ്യാകാമകർമ്മികൾ കേട്ടാർക്കും കേളികൾക്കായി നീ വന്നാനെന്നിനിയും ചിലർ. അതായത് ഭഗവാൻ എന്തിനാണ് ജനിച്ചത് എന്നുള്ളതിനെ തൊട്ടിട്ട് അതിൻ്റെ കാര്യങ്ങളാണ് പറയണത്. സുതപസ് പ്രശ്നി എന്ന പേരിൽ മുൻജന്മത്തിൽ വന്ന വസുദേവർക്കും ദേവകിയും തപസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്, അവതരിച്ചതെന്ന് ചിലർ പറയണം. അതുപോലെ ഭൂമിയുടെ അമിതഭാരം നിലത്ത് ഭൂമി ആ കാരണജലത്തിൽ മുങ്ങാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ആ മുങ്ങാൻ പോകുന്ന ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥന പ്രകാരമാണ് അവതരിച്ചത് എന്ന് ചിലർ പറയണം. അതായത് പരമാത്മസ്വരൂപത്തെ അറിയാണ്ടിരിക്കുന്നത് അവിദ്യ നിമിത്തമാണ്. അപ്പോൾ ദേഹാഭിമാനം, കാമം, ക്രോധം അതൊക്കെ മുതലായി കൊണ്ടാണ് നമുക്ക് ഭഗവാനെ അറിയാത്തത്. അപ്പോൾ അതുകൊണ്ട് ഈ സംസാര ചക്രത്തിൽ കിടന്ന് ഇതിലൊക്കെ പെട്ടിട്ട് നമ്മൾ കാമം കൊണ്ടും അഹങ്കാരം കൊണ്ടും കോപം കൊണ്ടൊക്കെ വന്ന് നമ്മൾ നശിക്കാനിടയാവുകയാണ്. അങ്ങനെ സംസാര ചക്രത്തിൽ കിടന്ന് ഉഴലാണ്. അങ്ങനെ ഉഴലുന്ന ജനങ്ങളെ സംരക്ഷിക്കാൻ അവർക്ക് സംരക്ഷിക്കാൻ തക്ക യോഗ്യതയുള്ളയും അവർക്ക് കേൾക്കാനും എപ്പോഴും പറയാനും വേണ്ടിയിട്ട് അവരുടെ മനസ്സിനെ ഈ ലൗകിക ആസക്തിയിൽ നിന്നും വേർപ്പെടുത്തിയിട്ട് ആ ഭഗവാനിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ധാരാളം ലീലകളാടിയിട്ട് ബാലലീലകളാടിയിട്ട് അവരെ തന്നിലേക്ക് ആകർഷിക്കുന്നു. അങ്ങനെ ആ സംസാരചക്രത്തിൽപ്പെട്ട് കറങ്ങുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ജന്മം എന്ന് ഒരു കൂട്ടർ പറയണു. ശൃണ്വന്തി ഗായന്തി ഗുണന്ത്യഭീഷ്ണശാ സ്മരന്തി നന്ദന്തി തവേഹിതം ജന ത ഏവ വശ്യന്ത്യജിരേണ യാവതാവകം ഭവപ്രവാഹോ പരമം പദംബുജം. കേൾക്കുന്നു, പാടുന്നു, പുകഴ്ത്തിടുന്നു, സ്മരിപ്പു, നന്ദിപ്പു തവേച്ഛയേ ജനം നിരന്തരം കാൺമുജവേന താങ്കൾ തൻ ഭവപ്രവാഹോ പരമം പദാംബുജം. അപ്പോൾ ആ ജീവന്മാരെ അനുഗ്രഹിക്കാനായിട്ട് അവതാരം എന്ന് പറഞ്ഞുല്ലോ. അതുകൊണ്ട് ശ്രവണാദി ഫലത്തെക്കുറിച്ചിട്ടാണ്. ഏതൊരു ജനമാണോ അവിടുത്തെ ചരിത്രത്തെ അടിക്കടി കേൾക്കുക, പാടുക, കീർത്തിക്കുക, സ്മരിക്കുക, അങ്ങനെ ചെയ്യണത്, അങ്ങനെ ചെയ്ത് സന്തോഷിക്കണത്, അവർക്ക് ഈ സംസാര സാഗരത്തിൽ നിന്ന് അവരെ രക്ഷപ്പെട്ട് സംസാര ചക്രത്തിൽ കിടന്ന് വട്ടം തിരിഞ്ഞ് നശിക്കാണ്ട് അവർ രക്ഷപ്പെടുകയാണ് ചെയ്യണത്. അപ്പം അങ്ങയുടെ ആ പാദകമലത്തെ അങ്ങനെയുള്ളവർക്ക് അങ്ങയുടെ പാദകമലത്തെ അനായാസം തന്നെ ആ പാദകമലത്തിൽ ആശ്രയിക്കാനായിട്ട്, ആ പാദകമലത്തെ കാണാനായിട്ട് സാധിക്കും, കാട്ടിത്തരുവാണ് എന്ന് പറയണു. അപ്യദ്യനസ്ത്വം സ്വകൃതേ ഹിതപ്രഭോ ജിഹാസസിത് സുഹൃദോനുജീവന യേഷം ന ജാന്യദ്ഭവത പദാംബുജാത് പാരായണം രാജസു യോജിതം ഹസം.
വെടിഞ്ഞിടുന്നു സുജനപ്രിയൻ ഭവാൻ തവാശിതാന്മാരടിയങ്ങളെ പ്രഭോ ഭവൽപദാംബോരുഹമൊന്നു മാത്രമേ ഭൂപാലഗോപ വ്യഥിതർക്കുമേൽഗതി. അപ്പോൾ പറയണു, ഇപ്പോൾ ഞങ്ങളെ ഉപേക്ഷിക്കുന്നത് ഈ സമയത്ത് ഞങ്ങളെ വിട്ട് പോവരുത്. അപ്പോൾ പോവാൻ നിൽക്കുകയാണല്ലോ. അപ്പോൾ പറയണു, ഞങ്ങളെ ഉപേക്ഷിച്ച് പോവല്ലേ, ആശ്രയിക്കുന്നവരുടെ സകല മനോരഥങ്ങളെയും സാധിപ്പിച്ചു തരണവനല്ലേ അങ്ങ്, അതുകൊണ്ട് ഇപ്പോൾ അങ്ങ് പോവരുത് എന്ന് പറയാണ്. അങ്ങയുള്ള അതിയായ സ്നേഹമുള്ളവർ അങ്ങയെ ആശ്രയിച്ച് കഴിയുന്നവരായിട്ടുള്ള ഞങ്ങളെ ഉപേക്ഷിച്ച് പോവരുത്. പുത്രാദികളെ വധിച്ചുകൊണ്ട് രാജ്യങ്ങളെയൊക്കെ അപഹരിച്ചുകൊണ്ട് രാജാക്കന്മാരെ ദുഃഖത്തെ ജനിപ്പിച്ച് ഞങ്ങൾക്ക് അങ്ങയുടെ ആ പാദകമലങ്ങളല്ലാണ്ട് മറ്റൊന്നും ആശ്രയമില്ല, അതുകൊണ്ട് ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോവരുത് എന്ന് പറയണു. കേവയം നാമരൂപാഭ്യാം യദുഭിः സഹ പാണ്ഡവ ഭവതോ ദർശനം യർഹി ഋഷീഗാണാം ഇവേശിതു നേയം ശോഭിഷ്യതേ തത്ര യഥേദാനീം ഗദാധര ത്വത്പാദൈരംഗിതാ ഭാതി സ്വലക്ഷണവിലക്ഷിതൈ ഇമേ ജനപദാ ശ്രദ്ധ സുഭക്കൗഷധീ വിരുധ വനാദ്രീന നദ്യുതന്വന്തോ ഹേധന്തേ തവ വീക്ഷിതൈ. യദുക്കൾ പാണ്ഡവന്മാരും നാമരൂപാവസായികൾ നിന്നെ കാൺമായിൽ നിർജീവം ഇന്ദ്രിയഗ്രാമമെന്ന പോൽ പതിയായിൽ ഭവൽപാദം സർവലക്ഷണ സംയുതം ഇന്നെന്ന പോലെ ഈ ഭൂമി ശോഭിക്കില്ല ഗദാധര. ഇന്നീ ഗ്രാമങ്ങളൊട്ടാകെ സുഭക്കൗഷധി മണ്ഡിതം വനാദ്രി അന്വന്തം തവാഭാംഗാഭിവർദ്ധിതം. ഹരേഷ്ണ ഭഗവാനോട് പറയണു, ഇനി ഞങ്ങൾക്ക് അങ്ങയുടെ ആ പാദങ്ങളുണ്ടല്ലോ, ആ വജ്രം അങ്കുശം എന്നീ അടയാളങ്ങളോട് കൂടിയുള്ള കാലടികൾ പതിഞ്ഞു കാണുന്ന ഈ ഭൂമി ഉണ്ടല്ലോ, ഇപ്പം ഈ ഭൂമിക്ക് എല്ലാം ശോഭിക്കുന്നുണ്ട്. അങ്ങ് ഇവിടുന്ന് പോയാൽ ഈ ഭൂമി ഇതുപോലെ ശോഭിക്കില്ല. അത് മാത്രമല്ല, ആ പാകം വന്ന കൈകന്യകളോട് കൂടിയിട്ട് ചെടികളും മരങ്ങൾ നിറച്ച് പൂത്തു നിൽക്കണ ആ മരങ്ങൾ, കാടുകൾ, നദികൾ, ജലാശയങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ, അങ്ങയുടെ കടാക്ഷം നിമിത്തമാണ് ഇങ്ങനെ സമൃദ്ധിയോടുകൂടി നിൽക്കണത്. അപ്പോൾ അങ്ങ് ഇവിടെ ഇല്ലാണ്ടായാൽ ഈ സമൃദ്ധിയൊന്നും ഉണ്ടാവില്ല. എന്നുവെച്ചാൽ ഇതെല്ലാം ഈശ്വരൻ്റെ ഓരോന്നിലും ആ ഈശ്വരൻ്റെ ചൈതന്യം കൊണ്ടാണ് നിൽക്കുന്നത്. ഭഗവാൻ ഇല്ലെങ്കിൽ ഇതൊന്നും ചൈതന്യമത്തല്ല എന്ന് പറഞ്ഞ് കാണിച്ചു തരിക നമുക്ക്. ഈ സ്ഥലം വിട്ടുപോയാൽ പാണ്ഡവന്മാർക്ക് പിന്നെ യാതൊരു വിധത്തിലുള്ള എല്ലാവരും അഭദ്രം എന്നാണ് പറയുന്നത്. യാതൊരു വിധത്തിലും അവർക്ക് ഒരു ഭദ്രത ഉണ്ടാവില്ല, അവർക്കൊരു സുരക്ഷിതത്വം ഉണ്ടാവില്ല. പോകാണ്ടിരുന്നാൽ മാത്രം ആണ് നമുക്ക് ഗുണം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദുഃഖിക്കുന്ന പറയണ ഭഗവാനെ, സർവന്തര്യാമിയായിട്ടുള്ള ഭഗവാനെ, അപ്പോൾ എല്ലാ ദിക്കിലും വിളങ്ങുന്ന ആ വിശ്വൈകമൂർത്തെ ആ പാണ്ഡവന്മാരിലും യാദവന്മാരിലും ഉറപ്പോടുകൂടിയിരിക്കുന്ന സ്നേഹപാശത്തെ അത് അടുത്ത ശ്ലോകമാണ് കേട്ടോ. അതിന് മുമ്പൊരു ശ്ലോകമുണ്ട്, ഇത് നമ്മൾ വായിച്ചില്ല, വായിച്ചിട്ട് പറയാം. അധ വിശ്വാത്മൻ വിശ്വമൂർത്തേ സുഖേഷു മേ സ്നേഹപാശമിമം ഛിന്തി ദൃഢം പാണ്ഡിഷു വൃഷ്ണിഷു. ത്വയിന്മേനന്യവിഷയാ മധുപതേർ സകൃത് രഥിർ മധുഹന്താ ഗംഗേവൗഘം ഉദന്വതി. അപ്പോൾ പറയണു 42
ഉടൻ വിശ്വേശ വിശ്വാത്മൻ വിശ്വമൂർത്തെ മുറിക്ക നീ പാണ്ഡു വിഷ്ണുകളിൽ തോന്നും മൽദൃഢസ്നേഹബന്ധനം നിന്നേർക്കനന്യ വിഷയം ഒഴുകിക്കൊണ്ടിരിക്കണം മമ പ്രേമം മധുപതേ കടലിൽ നേർക്കു ഗംഗ പോൽ. പറയാണ് ഞങ്ങളെ രക്ഷിക്കാനായിട്ട് അതാ അങ്ങ് മാത്രമേ ഉള്ളൂ, പക്ഷേ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അത് യാദവന്മാർക്കും ദുഃഖമായില്ലേ. അപ്പം അങ്ങക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ല, അത് ഉറപ്പാണ്, അങ്ങക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പം പറയും സർവന്തര്യാമിയായിരിക്കണം ഭഗവാനെ, എല്ലാ ദിക്കിലും സർവ്വരിലും ആത്മാവായിട്ട് വിളങ്ങുന്ന ഭഗവാനെ, അവിടുത്തെ സംബന്ധികളായിട്ടുള്ള ഈ പാണ്ഡവന്മാരിൽ എൻ്റെ ബന്ധുക്കളാണ് പാണ്ഡവന്മാർ അല്ല യാദവന്മാരൊക്കെ അതായത് എൻ്റെ ബന്ധുക്കൾ എൻ്റെ എന്നുള്ളൊരു മമത്വം ഉണ്ടല്ലോ, ആ ബന്ധുക്കളിലുള്ള മമത്വമൊക്കെ ഛേദിച്ചുകൊണ്ട് എന്നെ സ്നേഹപാശത്തിൽ നിന്നും ബന്ധനത്തിൽ നിന്നും ആ സ്നേഹബന്ധനത്തിൽ നിന്നും എന്നെ രക്ഷിച്ച് അവിടുത്തെ പാദത്തോടു കൂടി മാത്രം ആ പ്രേമബന്ധനം അതുമാത്രം ആ സ്നേഹപാശം കൊണ്ട് അല്ല ആ ഭഗവാനെ മാത്രം ബന്ധിക്കുക, ബാക്കിയുള്ള ബന്ധനങ്ങളെയൊക്കെ അറുത്തു തരണേ എന്ന് ഇവിടെ കുന്തിദേവി പ്രാർത്ഥിക്കുകയാണ്. മധു എന്ന ദേശത്തിൻ്റെ അധിപനായിട്ടുള്ള കൃഷ്ണ, എൻ്റെ ബുദ്ധി അനന്യ വിഷയങ്ങളിലൊക്കെ പെട്ടിട്ട് പ്രവേശിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പ്രവേശിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഗംഗാനദി എങ്ങനെയാണോ തൻ്റെ പ്രവാഹത്തെ കടലിൽ ചേർക്കാൻ വേണ്ടിയിട്ട് അനസ്യൂതം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, അതുപോലെ അങ്ങയുടെ പാദത്തിലേക്ക് എൻ്റെ പരമമായ പ്രേമം മനസ്യൂതം ഒഴുകിക്കൊണ്ടിരിക്കണം. അങ്ങയുടെ കീർത്തനങ്ങളിൽ എൻ്റെ നാവിന് രതി ഉണ്ടാവണം. അങ്ങയുടെ ആ കീർത്തന കഥാശ്രവണങ്ങളിൽ എൻ്റെ കാതിന് രതി ഉണ്ടാവണം. അങ്ങയുടെ രൂപത്തിനെ കാണാൻ മാത്രം എൻ്റെ കണ്ണിന് കൊതി ഉണ്ടാവണം. അങ്ങനെ എല്ലാവിധത്തിലും ഭഗവാനെ എന്നെ ആ ഭഗവാൻ അങ്ങയോട് കൂട്ടിച്ചേർത്തിട്ട് എന്നെ എങ്ങനെയാണോ ആ ഗംഗ കടലിലേക്ക് ഒഴുകുന്നത് അതുപോലെ എൻ്റെ പരമമായ പ്രേമം അങ്ങേക്ക് ഒഴുകാനായിട്ട് സാധിക്കട്ടെ, ബാക്കിയൊന്നിലേക്കും എൻ്റെ ആ മനസ്സ് തിരിയാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശ്രീകൃഷ്ണ കൃഷ്ണ സഖവൃഷ്ണ്യുഷഭാവനിദൃംഗ്രാജന്യവംശ ദഹനാനവവർഗവീര്യ ഗോവിന്ദ ഗോദ്വിജസുരാർത്തിഹരാവതാര യോഗേശ്വരാഖില ഗുരോ ഭഗവൻ നമസ്തേ. യോഗേശ്വരാഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്രീകൃഷ്ണ കൃഷ്ണ സഖ വൃഷാഹി ദോഗ്രാരാജന്യവംശദഹനാൻ അപവർഗവീര്യ ഗോവിന്ദ ഗോദ്വിജസുരാർത്തിഹരാവതാര യോഗേശ്വരാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഭഗവാനെ ഇങ്ങനെ പ്രാർത്ഥിക്കണു. ആ ശ്രീകൃഷ്ണ അർജുന സഖ വൃഷ്ണികളുടെ സംഘത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവനെ, ആ ഭൂമിയെ ദ്രോഹിക്കുന്ന രാജാക്കന്മാരുടെ വംശത്തെ നശിപ്പിക്കുന്നവനായിട്ടുള്ള അഗ്നിസ്വരൂപനായിട്ടുള്ളവനെ, ക്ഷയിക്കാത്ത വീര്യപ്രഭാവത്തോടു കൂടിയിട്ടുള്ളവനെ, ഗോവിന്ദ പശുക്കളെ ബ്രാഹ്മണരെ ദേവന്മാരുടെ ഇവരുടെയൊക്കെ സങ്കടത്തെ കേൾക്കാനായിട്ട് അപ്പോൾ അവതരിക്കുന്ന ഭഗവാനെ, ആ യോഗേശ്വര എല്ലാവർക്കും ഗുരുവായിരിക്കുന്ന ഭഗവാനെ, അവിടുത്തെ പാദപങ്കജങ്ങളെ ഞാനിതാ നമസ്കരിക്കണു എന്ന് പറഞ്ഞിട്ട് ആ കുന്തിദേവി വീണ് നമസ്കരിക്കണു. സൂത ഉവാച പ്രധായേഥം കളപതൈ പരിണൂതാം അഖിലോദയ മന്ദം ജഹാസ വൈകുണ്ഠ മോഹയന്നിവ മായയാ. കുന്തിതൻ മധുരോദാരമൊഴികെട്ടഖിലേശ്വരൻ മായാമോഹനമമ്മട്ടിൽ തൂകിനാളൊരു ഇളം ചിരി. അത് ആ ഭഗവാൻ ഇതൊക്കെ പറഞ്ഞ് നമസ്കരിച്ചപ്പോൾ ആ ഭഗവാൻ എന്ത് പറയണ, ഒരു മനോഹരമായിട്ടൊന്ന് പുഞ്ചിരിച്ചു. ആരെയും മോഹിപ്പിക്കാൻ പോരുന്ന ആ ഒരു പുഞ്ചിരി, മന്ദം ജഹാസ, മനോഹരമായിട്ട് മന്ദഹസിച്ചു. എങ്ങനെ മോഹിപ്പിച്ചുകൊണ്ട് മായയെ കൊണ്ട് ആ ചിരിയോട് കൂടിയിട്ട് മോഹിപ്പിച്ചതോട് കൂടിയിട്ട് എൻ്റെ അച്ചോളേന്ന് വിളിച്ചു. എന്നിട്ട് അങ്ങനെ വിളിച്ചപ്പോൾ അച്ഛമ്മങ്ങളല്ലേ, അപ്പോൾ എൻ്റെ മരുമകനായിട്ട് നിൽക്കണു എന്നുള്ള ഭാവത്തിൽ
അതുവരെ പറഞ്ഞതും പ്രാർത്ഥിച്ചതൊക്കെ ആ മായയിൽ അങ്ങോട്ട് ഒഴുകിപ്പോയി എന്ന് പറയാം. താമ്പാടമിത്യുപാമന്ത്രി പ്രവിശ്യ ഗജസാഹ്വയം ശ്രിയശ്ചാസുപുരം യാസ്യൻ പ്രേംനാരാജ്ഞാ നിവാരിത വ്യാസാദ്യൈരീശ്വരേഹാജ്ഞൈ കൃഷ്ണേനാത്ഭുതകർമ്മണ പ്രബോധിതോ പ്രീതിഹാസൈർനാബുദ്ധ്യത ശുചാർപ്പിത. ശുഭം വരട്ടെയെന്നോദീയകത്തെ സ്ത്രീകളോടജൻ യാത്ര ചോദിക്കവേ വന്നു സസ്നേഹം ചൊല്ലി ധർമ്മജൻ. ഈശ്വരേഹാജ്ഞർ കൃഷ്ണസാത്ഭുതകർമ്മിയും സേതിഹാസം പറഞ്ഞിട്ടും അതൃപ്തം ദുഃഖിധർമ്മജൻ. വിപ്രരെ പ്രാകൃതാത്മാവൈ സ്നേഹമോഹവശങ്കതൻ വിലപിച്ചു ധർമ്മസുതൻ സുഹൃദ്വൃഥാവ്യധൻ. ആഹാരാജാ ധർമ്മസുതചിന്തയൻ സുഹൃദം വധം പ്രാകൃതേനാത്മനാ വിപ്ര സ്നേഹമോഹവശം ഗതാം. അഹോ മേ പശ്യതജ്ഞാനം ഹൃദിരൂഢം ദുരാത്മന പാരക്യാസ്യൈവ ദേഹസ്യ ബാഹ്യോ മേ ക്ഷൗഹിണീർഹതാം. ബാലദ്വിജസുഹൃന്മിത്രം പിതൃഭാതൃഗുരുദ്രുഹ നമേ സ്യാന്നിരയാന്മോക്ഷോ ഹ്യഭി വർഷായുധായുധൈ. നൈനോ രാജ്ഞാ പ്രജാഭർതൃർധർമ്മയുദ്ധേ വധോ ദ്വിഷാം ഇതി മേ നതു ബോധായ കൽപ്പതേ ശാസനം വച. ദുരാത്മാവെന്നുള്ളിലുള്ള മൗഢ്യം നോക്കൂ, ദുരാത്മാവെന്നുള്ളിലുള്ള മൗഢ്യം നോക്കൂ. മുടിച്ചു ഞാൻ പാരക്യദേഹക്കൊതിയാൽ ബഹുളാക്ഷൗഹണീകുലം. ബാലദ്വിജസുഹന്മിത്ര പ്രതിബാധുഗുരുദ്രുഹൻ ഇല്ലമേ നിരയോന്മുക്തി ആയുധായുധവർഷവും. മരിക്കേ ധർമ്മയുദ്ധത്തിൽ ആലാപം ശത്രു സംഹൃതി എന്ന ശാസ്ത്രമെനിക്കേക സമാധാനമൊരിക്കലും. അപ്പോൾ ആ പോവാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് ധർമ്മപുത്രർ വന്ന് അങ്ങോട്ട് അറിയാൻ തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ ഈ യുദ്ധമൊന്നും വേണ്ടായിരുന്നില്ല, എല്ലാവരെയും മരിച്ചിട്ട് ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കണേ, എനിക്ക് ഈ യുദ്ധമൊന്നും വേണ്ടായിരുന്നില്ല. വൈകി വന്ന വിവേകം എന്ന് നമ്മൾ പറയില്ല, അതുപോലെ ഈ യുദ്ധമൊന്നും വേണ്ടായിരുന്നില്ല, വെറുതെയാണ് യുദ്ധം ഇതിൽ പെട്ടുപോയില്ലേ, എൻ്റെ എല്ലാവരെയും ശത്രുവധം അനുവദിക്കപ്പെട്ടിരിക്കുന്നതാണെന്നുണ്ടെങ്കിലും വേണ്ടില്ല, അത് കുട്ടികളെ മുതൽ ബ്രാഹ്മണരെ തുടങ്ങിയിട്ടുള്ള സുഹൃത്തുക്കളെ, മിത്രങ്ങളെ, അങ്ങനെ ബന്ധുക്കളെ, ഭ്രാതാക്കളെ എല്ലാവരെയും ഞാൻ ഈ യുദ്ധം തുടങ്ങിയ കാരണമല്ലേ വധിച്ചത്. അപ്പം അതുകൊണ്ട് എത്ര വലിയ നരകത്തിൽ വീണാലും എൻ്റെ ഈ ദുഃഖത്തിന് ഈ ഞാൻ ചെയ്ത പ്രവൃത്തിക്ക് പരിഹാരം കാണാൻ സാധിക്കില്ല. അപ്പോൾ പറയാണ് ശത്രുവധമൊക്കെ യുദ്ധത്തിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്നതാണെന്നൊക്കെ ശാസ്ത്രസമ്മതമാണെന്നൊക്കെ പറഞ്ഞാലും എൻ്റെ മനസ്സിനൊരു സമാധാനമില്ല. മനസ്സ് അതിൽ ആ വക ന്യായങ്ങളെ കൊണ്ടൊന്നും മനസ്സമാധാനം കിട്ടില്ല. ഞാൻ എന്തോ ഒരു മഹാപാപം ചെയ്ത പോലെയാണ് എൻ്റെ മനസ്സ് ഇങ്ങനെ വിഷമിക്കണത്, ഇതിൽ നിന്ന് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ധർമ്മപുത്രർ വന്ന് നമസ്കരിക്കുകയാണ്. സ്ത്രീണം മന്ദതബന്ധൂനം ദ്രോഹോയോ സാ വിഹോസ്ഥിത
ഗൃഹമേധീയേർനാഹം കൽപ്പോ വ്യപോഹിതും യഥാ പങ്കേന പങ്കാംഭാസുരയാവ സുരാകൃതം ഭൂതഹൃത്യം തഥൈവാകാം നയജ്ഞൈർമാഷ്ടുമർഹതി അപ്പോൾ അതാ പ്രാർത്ഥിക്കണു. രേഷ്ണ പറയാണ്, ഹതബന്ധുക്കളാം സ്ത്രീകൾ സഹിക്കും പ്രാണസങ്കടം ഗൃഹമേധീയ കർമ്മത്താൽ നശിപ്പിക്കാവതല്ലമേ. പങ്കത്താൽ പങ്കിലംബസ്സു സുരകൊണ്ടു സുരാകൃതം മഞ്ഞു പോകില്ല യജ്ഞത്താൽ ഭൂതഹത്യാദി പാപവും. ആകെ വിഷമിച്ചിട്ട് കൊണ്ട് പറയാണ്, യുദ്ധത്തിൽ ഇതാ പുരുഷന്മാരെയൊക്കെ വധിക്കുകയാണ്, പക്ഷേ ആ സ്ത്രീകൾക്കല്ലേ ദ്രോഹം ചെയ്തത്, അവരൊക്കെ എത്ര ദുഃഖിച്ചിരിക്കുകയാണ്. ആ സ്ത്രീകൾക്ക് ഞാൻ നിമിത്തം നേരിട്ടും അല്ലാണ്ടൊക്കെ ദ്രോഹം വന്നു. അപ്പം അതുകൊണ്ട് എത്ര പ്രായശ്ചിത്ത കർമ്മം അനുഷ്ഠിച്ചാലും എൻ്റെ ആ പാപങ്ങളൊന്നും പോകില്ല. അത്രയും മഹാപാപമാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് പരിഹാരം കാണുക എന്ന് പറയുക. അപ്പോൾ ആ ചെളിവെള്ളത്തെ ശുദ്ധാക്കാൻ കൂടുതൽ ചെളിയുള്ള വെള്ളം കലക്കിയ വെള്ളം കൊണ്ട് കഴിക്കുക. അപ്പോൾ ചെളിവെള്ളത്തെ പറ്റുമോ? അത് പറ്റില്ല. മദ്യം നിമിത്തമുണ്ടായ ദോഷവൃത്തികൾക്ക് മദ്യം തന്നെ ഉപയോഗിക്കാൻ വെച്ചാൽ അത് പറ്റുമോ? അത് പറ്റില്ല. അതുപോലെയാണ് ഈ പ്രാണിവധം നിമിത്തമുണ്ടായ പാപത്തെ തീർക്കാൻ ഈ യാഗങ്ങളൊക്കെ കഴിപ്പിച്ചിട്ട് അധികം പാപത്തിന് കാരണമാക്കാനൊന്നും എനിക്ക് പറ്റണില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ശരണാഗതി ചെയ്യാൻ ആരേ ഉള്ളൂ, ഭഗവാനേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ പാദത്തിൽ എന്ന് ആ യുധിഷ്ഠിരൻ വീണു എന്ന ഭാഗങ്ങളോട് കൂടിയിട്ടാണ് ഈ അഷ്ടമസ്കന്ധം ഇവിടെ സമർപ്പിക്കുന്നത്. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പദമസ്കന്ധേ യുധിഷ്ഠിരാനുതാപോ നാമ അഷ്ടമോധ്യായ. ഇങ്ങനെ ശ്രീമദ് ഭാഗവതം മഹാപുരാണം പദമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായം ഇവിടെ സമർപ്പിച്ചു. നമുക്കും ഇന്നത്തെ ഭാഗം ഇവിടെ സമർപ്പിക്കാം. ബാക്കി ഭാഗങ്ങൾ നാളെ പാരായണം ചെയ്യാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അക്ഷരപ്പൂക്കളും ആ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദത്തിലും ഓരോ ഭക്തന്മാരുടെയും ഹൃദയത്തിലിരുന്ന് ഇത് അവർക്കൊക്കെ അനുഭവമായി തീരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ ഭക്തന്മാരുടെ പാദത്തിലും അക്ഷരപ്പൂക്കളും അർപ്പിച്ചുകൊണ്ട് നമസ്കരിക്കുകയാണ്. എല്ലാവരുടെ പാദത്തിലും നമസ്കരിക്കണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം.